ണ്ട് ഞാനും പാടും. പാടിക്കോ, ആരെങ്കിലും പാടിക്കോ. ഈ പിള്ളേർ ചിരിക്കണോണ്ട് ഞാൻ പാടൂല. നീ പാടിക്കോ. ഓക്കെ, നീ പാടിക്കേ പാടിക്കേ. ഓക്കെ, ഇനി വരുമ്പോഴേ പാട്ട് പാടുന്നതാണ്. കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഓക്കെ, ഒരു കൊച്ചു കഥയൊക്കെ പറയും. ഓക്കെ ഓക്കെ കേട്ടോ. ഞാൻ ഒരു കൊച്ചു കഥ പറയാനായിട്ട് പോവുകയാണ്. പണ്ട് ഒരിടത്ത് ആൻസി എന്ന് പറയുന്നതായ ഒരു കൊച്ചുകുട്ടി ജീവിച്ചിരുന്നു. ആരാ ജീവിച്ചിരുന്നേ? ഉറക്കെ പറഞ്ഞേ. ആൻസിയാ. എല്ലാവരും നല്ല പിള്ളേരാണ് കേട്ടോ. അച്ഛൻ നല്ല പിള്ളേരാണെന്ന് ഇവിടെ ഉള്ളവരല്ലോ. ഓക്കെ, മിടുക്കന്മാരും മിടുക്കികളുമാണ് കേട്ടോ. ആൻസി ജീവിച്ചിരുന്നു. നല്ല കുട്ടിയാണ്. എല്ലാ ദിവസവും നമ്മളെ പോലെ തന്നെ രാവിലെ എണീക്കും, പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, സ്കൂളിൽ പോകും, വയറ് നിറയെ കഴിക്കും. നല്ല കുട്ടിയാണ്. ആര്? ആൻസി ചേച്ചി നല്ല കുട്ടിയാണ്. ഒരു ദിവസം ആയപ്പോഴും സ്കൂളിൽ പോയപ്പോഴും ടീച്ചർ പറഞ്ഞു, ഈ വർഷത്തെ നമ്മുടെ ബെസ്റ്റ് സ്റ്റുഡന്റ് നമ്മുടെ ആൻസിയാണ്. അതുകൊണ്ട് ആൻസിയുടെ അന്ന് നല്ല പ്രൈസ് നമ്മൾ ആൻസിക്ക് കിട്ടും. അതുകൊണ്ട് ആനിവേഴ്സറി അന്ന് എല്ലാ കുട്ടികളും നല്ല പാൻസ് നല്ല ചുരിദാറിലായിട്ടുണ്ടെന്ന് ആരാ പറഞ്ഞേ? ടീച്ചർ പറഞ്ഞു. അവള് കേട്ടിട്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? അവർ കഴിഞ്ഞു. അവൻ കരയണത് പോലെ തന്നെ കരഞ്ഞു. വീട്ടിലെത്തി. അമ്മ ചോദിച്ചു, എന്റെ പൊന്നുമോളെ, എന്റെ തങ്കക്കുടമേ, എന്റെ ചെല്ലക്കുടമേ, എന്റെ സ്റ്റീൽ കുടമേ. നീ എന്തിനാ കരയണെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ ടീച്ചർ പറഞ്ഞു, എന്റെ ബെസ്റ്റ് സ്റ്റുഡന്റ് ഞാനാണ്. ആനിവേഴ്സറി അന്ന് എല്ലാ കുട്ടികളും നല്ല പാൻസ് നല്ല ചുരിദാറിലായിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അമ്മ എനിക്ക് വാങ്ങിച്ചു തരുമോ? അമ്മ പറഞ്ഞു, എന്റെ പൊന്നുമോളെ, എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ടെക്ടൈസിൽ പോയിട്ട് നല്ല ചുരിദാറിന്റെ വില ചോദിക്കാന്ന് പറഞ്ഞു. രണ്ടുപേരും കൂടെ ടെക്ടൈസിൽ പോയപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഒരു ചുരിദാറിന്റെ വില ചോദിച്ചു. 500 രൂപ. അവരുടെ കയ്യിൽ പൈസ ഉണ്ടോ? ഇല്ലാത്തോണ്ട് എന്ത് ചെയ്യുന്ന അറിയാമോ? തിരിച്ചു വന്നിട്ട് ആലോചിച്ചു. അമ്മ പറഞ്ഞു കൊടുത്തു, നീ ഒരു കാര്യം ചെയ്യണം, നീ കുറെ കിളി വരുത്തുന്നുണ്ട്. 6 കിളിക്കുഞ്ഞുണ്ട്. 6 കുഞ്ഞുണ്ട്. നമുക്കതിനെ വിൽക്കാം. എന്തിനാ വിൽക്കണേ? ചുരിദാർ വാങ്ങിക്കാൻ പൈസക്ക്. അവള് സമ്മതിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഓരോ ദിവസം എന്ത് ചെയ്യുന്നറിയാമോ? സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? കുട്ടിലേക്ക് നോക്കുമ്പോഴ് കിളിക്കുഞ്ഞുങ്ങളെല്ലാം നന്നായിരിക്കുന്നത് കണ്ടു. ഒരു ദിവസം ആയപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? സ്കൂളിൽ പോയിട്ട് നമ്മുടെ ആൻസി തിരിച്ചു വന്നിട്ട് കുട്ടിലേക്ക് നോക്കിയപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു കിളിക്കുഞ്ഞ് താഴെ കിടക്കുന്നു. അതിന്റെ കാല് ഒടിഞ്ഞു പോയി. അവൾ കരഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? 5 കുഞ്ഞിനെ എടുത്തിട്ട് വേറെ കുട്ടിനകത്താക്കിയിട്ട് പഴയ കുട്ടിലാണെങ്കിൽ കാലൊടിഞ്ഞ ആ കിളിയെ എടുത്ത് പഴയ കൂട്ടിലിട്ടു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ചേച്ചി സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? പുതിയ കുട്ടിലേക്ക് നോക്കിയപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ഒരു ചേര കയറിയിട്ട് 5 കുഞ്ഞിനെ തിന്നു കളഞ്ഞു. ആൻസിക്ക് കരഞ്ഞു. അങ്ങനെ കരഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ?
അമ്മയടുത്ത് പോയി. അമ്മ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ കിടക്കെല്ലാം ചത്തുപോയി, നമുക്ക് ചുരിദാർ വാങ്ങിക്കണം. അമ്മ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. കുറച്ച് ദിവസം മുമ്പ് ബേബീസിന് പഠിപ്പിക്കാൻ വന്നതായ ഒരു ടീച്ചർ പറഞ്ഞു കൊടുത്തു, നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ദൈവത്തോട് ചോദിക്കണം. ടീച്ചർ എന്താ പറഞ്ഞു കൊടുത്തത്? എന്താവശ്യം ഉണ്ടെങ്കിലും ദൈവത്തോട് ചോദിക്കണം. അവൾ വീട്ടിൽ കയറിയിട്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ പഠിക്കാനുള്ള ബുദ്ധി തന്നോ, അതുകൊണ്ട് ചുരിദാർ വാങ്ങണം. ചുരിദാർ വാങ്ങിക്കാൻ എത്ര രൂപ വേണം? എത്ര രൂപ വേണം? 500 രൂപ വേണമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു വലിയ മിച്ച അതുവഴി വന്നിട്ട് പറഞ്ഞു, മക്കളെ ആൻസിയെ എനിക്കൊരു കിളിക്കുഞ്ഞിനെ തരുപടി എന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ കിളിക്കുഞ്ഞെല്ലാം ചത്തുപോയി, ഇനി ഒരെണ്ണമുണ്ട്. അതിന്റെ കാലിനെന്താ പറ്റി? അതിന്റെ കാല് ഒടിഞ്ഞു പോയതാണ്, അമ്മച്ചിക്ക് വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞു. അമ്മച്ചി ഒന്നും പറയാൻ അറിയാമോ? 500 രൂപ എടുത്ത് കൊടുത്തു. അനുസരിച്ച് സന്തോഷമായി. അമ്മ വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? എക്സിൽ പോയിട്ട് നല്ല ചുരിദാർ വാങ്ങിച്ചു. അവിടെ താങ്കൾ എന്ത് ചെയ്യുന്നറിയാമോ? 50 രൂപ കുറച്ച് കൊടുത്തു. നമ്മുടെ 50 കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ചെയ്യും? ഞാനാണെങ്കിൽ സിബ് വാങ്ങിച്ചിട്ട് ഒറ്റയ്ക്ക് തിന്നുമായിരുന്നു. ആ ചേച്ചിക്ക് കൊടുക്കൂലായിരുന്നു, ഒറ്റയ്ക്ക് തിന്നുമായിരുന്നു. അനുസരിച്ച് എന്ത് ചെയ്യുന്നറിയാമോ? ഞായറാഴ്ച ആയപ്പോഴേ പള്ളിയിൽ പോയിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പള്ളിയിൽ പോയിട്ട് ഒരു പാട്ട് പാടി. പാട്ട് പാടിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അമ്പര് കാണിക്കു. നല്ല ചേച്ചിയാണ് ആൻസി ചേച്ചി. ആൻസി ചേച്ചിയുടെ പ്രാർത്ഥന ആര് കേട്ടു? ഉറക്കെ പറഞ്ഞേ. എന്റെ കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ദൈവത്തോട് ചോദിക്കുക, ദൈവം തീർച്ചയായിട്ടും തരുന്നതാണ്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പരിപാടി തുടങ്ങിയതേ ഉള്ളൂ. സൂപ്പർ പരിപാടികൾ പുറകിൽ വരുന്നുണ്ട്. കണ്ടിട്ടേ പോകൂ കേട്ടോ. ടാറ്റ ബൈ ബൈ. ഇനി നമുക്ക് കാണാം.